ഇന്ന് നമുക്ക് ഈ പാരമീൻ ഒന്ന് പൊള്ളിച്ചെടുക്കാവേ. അതിനായിട്ട് ആദ്യം തന്നെ മീൻ നന്നായി വെട്ടി വൃത്തിയാക്കി വെക്കണം. വരഞ്ഞും വെക്കുക. മസാലയ്ക്ക് ആവശ്യമായിട്ട് തക്കാളി, ചെറിയുള്ളി, വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പച്ചമുളകും വേണം കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങാപ്പാലാണ്. ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാം. അതിൽ പൊരിക്കാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഈ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഉള്ളിയും ചെറിയുള്ളിയും വെല്ലുള്ളിയും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായി വഴണ്ട് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതെടുത്തിടാം. അത് നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് വേണം. ഞാൻ ഇത്തവണ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ടത്. അത് നന്നായി വാടി വരുമ്പോഴേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇടാം. നീളത്തിലരിഞ്ഞ പച്ചമുളകാണ്. അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. തക്കാളി നന്നായി വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ടി കഴിയുമ്പോഴേക്ക് നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. അതിന് മുന്നേ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇതിലേക്കിടാം. ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഇത് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ മസാല റെഡിയാവും. ഇതാ ഏകദേശം ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് തന്നെ വാഴയില വെട്ടിയിട്ട് വാട്ടി വെക്കുക. വാഴയിലേക്ക് ആദ്യം തന്നെ ഒരു കറിവേപ്പിലയുടെ തണ്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ പുറത്തേക്കാണ് നമ്മൾ മീനിനെ വെക്കേണ്ടത്. പൊരിച്ച് വെച്ച മീനിനെ അതിലേക്ക് വെക്കണം. ആദ്യം അത്യാവശ്യം വേണ്ട മീൻ കിടക്കാൻ വേണ്ട മസാല അതിലേക്ക് തേച്ച് വെക്കാം. മീനിനെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. മീനിൻ്റെ മുകളിലും നമുക്ക് മസാല തേച്ച് വെക്കാം. നന്നായി മസാല പൊതിഞ്ഞ് ഇതാ ഏകദേശം ഇതുപോലെ ആക്കി വെച്ച ശേഷം മുകളിലായിട്ട് നമുക്ക് വട്ടത്തിലരിഞ്ഞ തക്കാളി വെച്ച് കൊടുക്കാം. പിന്നെ വട്ടത്തിൽ അരിഞ്ഞ സവാളയും വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു തണ്ട് കറിവേപ്പിലയും വെക്കാവേ. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. പൊതിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല പൊട്ടിപ്പോവാതെ നന്നായി പൊതിഞ്ഞ് നമുക്ക് കെട്ടിയെടുക്കാം. വാഴത്തണ്ട് കൊണ്ട് തന്നെ കെട്ടാവുന്നതാണ്. ഞാൻ കെട്ടിയിട്ട് റെഡി ആവാത്തത് കൊണ്ട് ഞാൻ നൂലെടുത്തിട്ടും കെട്ടിക്കഴിഞ്ഞു. പകുതിയിൽ കൂടുതൽ പണി നമുക്ക് ഇവിടെ കഴിഞ്ഞു. പിന്നെ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച ശേഷം അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്കിതാ മീൻ രണ്ട് സൈഡും ഇട്ട് പൊള്ളിച്ചെടുക്കാം.